സുനിയെ കോടതിക്ക് പുറത്തേക്ക് ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ ശിക്ഷാവിധിയിൽ വാദം കേട്ടു തുടങ്ങിയത്. ഇപ്പോൾ ശിക്ഷാവിധി പൂർണ്ണമായിരിക്കുന്നു. ആ ശിക്ഷാവിധിയിൽ 1700 പേജുള്ള ശിക്ഷാവിധിയാണ്. ശിക്ഷാവിധി ഇന്ന് അപ്ലോഡ് ചെയ്യുമെന്നാണ് നമ്മൾ കരുതിയത്. നമ്മളടക്കം ആ ശിക്ഷാവിധിക്കായി കാത്തിരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ് വലിയ കുറ്റകൃത്യത്തിന് ഏറ്റവും ലഘുവായ ശിക്ഷ നൽകിയത്, അതിന് ജഡ്ജി കണ്ടെത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമായിരുന്നു. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് എന്നുള്ളതാണ് ഈ പ്രതിഭാഗം അഭിഭാഷകർ കാര്യമായി വാദിച്ചത്. അത് കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് ഏറ്റവും ലഘുശിക്ഷ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ പ്രതികളെയും ജയിലിലേക്ക് കൊണ്ടുപോകാനായി കോടതി വളപ്പിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണ്. അവരെ വിയൂർ ജയിലിലേക്കാണ് കൊണ്ടുപോവുക. ഇപ്പോൾ സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, ഇപ്പോൾ ജയിലിൽ നിന്ന് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വിയൂർ ജയിലിൽ നിന്ന് കോടതി വളപ്പിൽ എത്തിച്ചതാണ് ഈ പ്രതികളെ. ഇവരെ ഇനി കൊണ്ടുപോകുന്നത് തിരിച്ചു വിയൂർ ജയിലിലേക്ക് തന്നെയല്ലേ? അതെ ഡോക്ടർ അരുൺകുമാർ, പ്രതികളെ അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തിറക്കി പോലീസ് വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. നേരെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇവിടെ നിന്ന് നേരെ ഇറക്കി അവരെ പ്രൊഡക്ഷൻ പാർക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഇതേ വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് പ്രൊഡക്ഷൻ നമുക്ക് നോക്കാവുന്നതാണ്. നേരെ പോയി വിയൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. പൾസസുനി ദിലീപ് പുറത്താണ്, ദിലീപ് പുറത്താണ്, അകത്താണ്. പറയൂ പറയൂ. പൾസസുനിയോ മറ്റു പ്രതികളോ പ്രതികരിക്കുന്നില്ല. പ്രതികൾക്ക് ആശ്വാസകരമായ വിധിയാണ്, കുറ്റവാളികൾക്ക് ആശ്വാസകരമായ വിധിയാണ് ഇന്ന് സെഷൻസ് കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. പ്രതികളെയും കൊണ്ട് വാഹനം, ആ പ്രതികളുടെ ബന്ധുക്കൾ കോടതി തന്നെയുണ്ട്. പ്രതികരിച്ചിട്ടില്ല പൾസസുനിയും മറ്റ് പ്രതികളും. അവരെയും കൊണ്ട് വാഹനം ഇപ്പോൾ വിയൂർ ജയിലിലേക്ക് പോവുകയാണ്. കോടതി വളപ്പിൽ നിന്നും രാവിലെ 11 മണിയോടുകൂടിയാണ് ശിക്ഷാവിധി സംബന്ധിച്ചുള്ള വാദം കേട്ടത്. ഏറെ മണിക്കൂർ വാദം നീണ്ടിരുന്നു. ശിക്ഷാവിധി ലഘൂകരിക്കണം എന്നുള്ളതായിരുന്നു പ്രതികളുടെ അഭിഭാഷകരുടെ വാദം. സജോ, ഒന്നും പ്രതികരിച്ചില്ല അല്ലേ പൾസസുനിയും പ്രതികളും? ഒരു പ്രതികരണത്തിനും പ്രതികളാരും തയ്യാറായില്ല. പൾസസുനിയോട് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, പക്ഷേ എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 6 പ്രതികളുമായുള്ള പോലീസ് വാഹനം കോടതി കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വിയൂർ ജയിലിലേക്കായിരിക്കും പോവുക. വിധി എക്സിക്യൂട്ട് ചെയ്യുന്ന നടപടികളിലേക്ക് നേരെ കടക്കുകയാണ്. അവരുടെ കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നേരെ ഈ 6 പ്രതികളുമായുള്ള വാഹനം നേരെ വിയൂർ ജയിലിലേക്ക്. 1700 പേജുള്ള വിധി പകർപ്പ് ഹാർഡ് കോപ്പിയായി അഭിഭാഷകർക്ക് ലഭ്യമാകും. അത് ഇന്ന് അപ്ലോഡ് ചെയ്യില്ല എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഞാൻ